ഇന്ന് നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ, ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിശേഷം എന്ന് വെച്ചാൽ കലോത്സവം വരാൻ പോവാണ്. നമ്മൾ ഫുൾ സെറ്റ് അല്ലേ മിനിസ്റ്ററെ? അതെ, നമ്മുടെ എല്ലാ തയ്യാറെടുപ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു വിശകലന യോഗം തൃശ്ശൂരിൽ നടക്കുകയാണ്. രാവിലെ മുതൽ 9 മണി മുതൽ 5 മണി വരെ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനും ബഹുമാനപ്പെട്ട മന്ത്രി രാജനും ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദുവും ഒക്കെ പങ്കെടുത്തുകൊണ്ട് വിശകലനം ചെയ്യുകയാണ്. അവസാന മിനുക്കുമണിയിലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ എങ്ങനെയാണ് മിനിസ്റ്റർ ഇത്തവണത്തെ ക്രമീകരണമൊക്കെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കുമോ അതോ മറ്റെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമോ? ഇപ്രാവശ്യം 249 ഇനങ്ങളിൽ 25 വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഇപ്രാവശ്യം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ജഡ്ജസിൻ്റെ കാര്യത്തിലാണ്. 3 പ്രാവശ്യം തുടർച്ചയായി ജഡ്ജസ് ആയിരുന്നവരെ ഇപ്പോൾ പ്രാവശ്യം പങ്കെടുപ്പിക്കുന്നില്ല. എന്ന് മാത്രമല്ല, വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലാണ് സാധാരണഗതി നടക്കാറുള്ളത്. ഇപ്രാവശ്യം അവരെന്നൊരു ഡിക്ലറേഷൻ കൂടി എഴുതി വാങ്ങുന്നുണ്ട്. പരാതി രഹിതമായി ഇരിക്കണം. പിന്നെ സ്വാഭാവികമാണ്, കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം പരാതികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ഈ സ്ഥിരമായി ഈ പരാതി ഒഴിവാക്കുന്നതിന് വേണ്ടി ചില നിയമനിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം പോലും നമ്മൾ ആലോചിക്കുന്നുണ്ട്. കാരണം 13,000-13,000 കുട്ടികൾ പങ്കെടുക്കുന്ന യുവജനോത്സവം ഇതൊരു ലോകത്തൊരിടത്തും ഈ പ്രോസസ്സ് നടക്കില്ല. സ്കൂൾ തലത്തിൽ, ജില്ലാതലത്തിൽ അങ്ങനെ ഈ വലിയ പരിശ്രമമാണ് ഇതിനുവേണ്ടി നമ്മൾ കുട്ടികൾ നടത്തുന്നത്, രക്ഷകർത്താക്കൾ നടത്തുന്നത്. വലിയ പൈസ ചിലവാണ്. അപ്പോൾ നന്നായി ഇത് പെർഫോം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും കാരണത്തിൽ അവർക്ക് അതിനുള്ള കിട്ടേണ്ട അവകാശം ആനുകൂല്യം കിട്ടിയില്ലെങ്കിൽ അത് വളരെ ഖേദകരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഒന്നുകൂടെ ശ്രദ്ധിച്ചാണ് ജഡ്ജസിനെയൊക്കെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെയാണ്, ഇപ്പം എത്രയൊക്കെ നമ്മൾ വന്നാലും ഈ ചില ഇടങ്ങളിലൊക്കെ ഈ ഒരു പരാതി അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ പരാതികൾ കഴിഞ്ഞ വർഷത്തെ ഈ നമ്മുടെ കലോത്സവമൊക്കെ താരതമ്യേന മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പരാതികൾ കുറഞ്ഞൊരു കലോത്സവമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇത്തവണ കുറയ്ക്കാൻ പറ്റി, അത് അത്രത്തോളം വലിയ കാര്യമല്ലേ? അല്ല, അത് അങ്ങനെയാണ് നോക്കുന്നത്. കാരണം ഒന്ന് രക്ഷകർത്താക്കളുടെ ഒരു പുതിയൊരു ബോധത്തിലേക്ക് വരുന്നുണ്ട്. അത് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പുതിയൊരു ബോധത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു അനാവശ്യമായിട്ട് പരാതി പറഞ്ഞാലും അത് നമ്മളത് കേൾക്കില്ല എന്നുള്ള ഒരു പുതിയൊരു ബോധത്തിലേക്ക് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടന്നതിൽ പരാതി ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം നമുക്കത് അഥവാ പരാതി ഉണ്ടെങ്കിൽ തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടി അപ്പീലും അതുപോലെ അങ്ങനെ ചില സംവിധാനങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി അത് അംഗീകരിക്കുക എന്ന് മാത്രമല്ലാതെ അതിനപ്പുറമായിട്ടുള്ളൊരു പ്രതിഷേധത്തിന് പോയി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും എന്നുള്ള നിലയിലാണ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ മിനിസ്റ്റർ, അപ്പോൾ ഇന്ന് യോഗം നടക്കുന്നു. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ഈ അധ്യാപകർക്ക് കേട്ടിട്ട് നിർബന്ധമാക്കിയ സംഭവത്തിൽ ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ മാത്രമല്ല, കേരളം മാത്രമല്ല, ബംഗാളും തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളും ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു അനുകൂല വിധി പ്രതീക്ഷിക്കുന്നുണ്ടോ മിനിസ്റ്റർ? ഇപ്പോൾ കേരളത്തെ പ്രത്യേകമായി കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തെ പ്രത്യേകമായി കേൾക്കണമെന്നുള്ളതാണ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ മറ്റ് സംസ്ഥാനങ്ങളുടെ പൊതുവിദ്യാഭ്യാസവും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസവും രണ്ട് പല രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ M.Ed പാസ്സായവർ, ഡോക്ടറേറ്റ് എടുത്തവർ, മറ്റ് ഇതേപോലെ തന്നെ സമാന്തരമായി ഉള്ള യോഗ്യതകൾ നേടിയവർ, പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗീകരിച്ച യോഗ്യത നേടിയവർ, അങ്ങനെയുള്ള സമ്മിശ്രമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതൊരു സമഗ്രമായിട്ടുള്ള ഒരു ചെറിയ ഒരു സ്റ്റഡി നടത്തി അതിനൊരു വേർതിരിവ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 40,000-ഓളം വരുന്ന അധ്യാപകരെ ബാധിക്കുന്ന പ്രശ്നമാണിത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് 2 ടെസ്റ്റ് നടത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് വേണ്ടിയും ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയും 2 ടെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എലിജിബിലിറ്റി ടെസ്റ്റ് വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഗവൺമെൻറ്റിനില്ല. അതൊരു ഏതുവരെ വേണം, എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം ആലോചിക്കണം. അത് പൊതുവിദ്യാഭ്യാസത്തെ ഇതിൻ്റെ നിലവാരത്തെ തകർക്കുന്ന രൂപത്തിലും ആകാൻ വേണ്ടി പാടില്ല.
അധ്യാപകരുടെ നിലവാരവും നമുക്ക് വർത്തമാന കാലഘട്ടത്തിലെ മാറ്റങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ ആവശ്യമാണ്. അപ്പം ഇപ്പോൾ ഈ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒക്കെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രൈമറി മുതൽ നടത്തുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികളും കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികളിലുമൊക്കെ തന്നെ മാറ്റങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അധ്യാപകരിലും അപ്ഡേഷൻ ആവശ്യമാണ് എന്നുള്ള ഒരു സമീപനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വച്ചുകൊണ്ടുള്ള കേരളത്തെ പ്രത്യേകമായി കേൾക്കണം എന്നുള്ള നിലയിലുള്ള ഒരു ആണ് അപ്പീൽ കൊടുത്തിട്ടുള്ളത്. മിനിസ്റ്റർ, ഇതിപ്പം ഈ അധ്യാപക സംഘടനകൾ ഒന്നാകെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അപ്പം റിവ്യൂ ഹർജിയിൽ നിന്ന് നല്ലൊരു തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ മറിച്ചാണെങ്കിൽ നമുക്കൊരു പ്ലാൻ ബി ഉണ്ടോ മിനിസ്റ്ററെ? പ്ലാൻ ബിയെ സംബന്ധിച്ചിടത്തോളം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആലോചിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇതൊരു അക്കാഡമിക് ഇഷ്യൂ ആണ്. അക്കാഡമിക് ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അധ്യാപകരുടെ പ്രൊട്ടക്ഷൻ മാത്രമല്ല ഉള്ളത്. അധ്യാപകരുടെ പ്രൊട്ടക്ഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇടപെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ 40 ലക്ഷത്തോളം വരുന്ന കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ കുട്ടികളെ ബാധിക്കുന്ന അക്കാഡമിക് ഇഷ്യൂവിൽ ഒരു ഇഞ്ച് പോലും നമ്മൾ പുറകോട്ട് പോകാൻ കേരളം തയ്യാറല്ല. ഓക്കെ മിനിസ്റ്റർ, മറ്റൊന്ന്, ഈ സിറോ മലബാർ സഭയിൽ നിന്ന് നിരന്തരമായിട്ട് ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനം ഉണ്ടാകാറുണ്ട്. ഈ ഇടയ്ക്ക് പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിലത്തേത് കേട്ടെറ്റ് വിഷയത്തിൽ അടക്കമാണ്. അപ്പം അവർ പറയുന്ന പോലെ സർക്കാർ സഭയുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. മിനിസ്റ്റർ, എന്തുകൊണ്ടായിരിക്കും നിരന്തരമായിട്ട് പ്രത്യേകിച്ച് ഇപ്പം വിദ്യാഭ്യാസ വകുപ്പിനെതിരെ അടക്കം ഇങ്ങനെ വിമർശനങ്ങൾ വരാനുള്ള കാരണം? ഒരു കാര്യം ചെയ്യട്ടെ, സീറോ മലബാർ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികൾ ആരായിരുന്നാലും അവർ തിരുവനന്തപുരത്ത് വരട്ടെ, വന്ന് എൻ്റെ ഓഫീസിൽ വരട്ടെ, ഒരു സമയം നിശ്ചയിക്കാം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാം, അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. അങ്ങനെ ഞാൻ പറയാൻ വേണ്ടി കാരണം മാനേജ്മെൻറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭിന്നശേഷി സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരമാവധി പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ഗവൺമെൻറ്. എന്ന് മാത്രമല്ല 8-10 വർഷം വരെ അംഗീകാരം കിട്ടാത്ത അപേക്ഷകളൊക്കെ തന്നെ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം, അതിൻ്റെ നമ്പർ ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ല, എല്ലാ മാനേജ്മെൻറ്റിനും അവർ അങ്ങനെ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സീറോ മലബാർ സഭ മാത്രം ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒന്നുകിൽ അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രശ്നം പരിഹാരം കാണണമെന്നുള്ള താല്പര്യം ഉണ്ടാവില്ല. അവർ വരട്ടെ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളവരെ 1, 2, 3, 4 എന്ന് എഴുതിക്കൊണ്ട് വരട്ടെ. അവരുടെ തിരുമേനിയായിട്ടോ അല്ലെങ്കിൽ തിരുമേനിയായിട്ടോ ചർച്ച ചെയ്യാം. എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ വിളിച്ചു സംസാരിക്കാം. അങ്ങനെ പരിഹാരം കാണണമെന്ന് ശ്രമിക്കാം. അങ്ങനെ ഒരു മെമ്മോറണ്ടൊന്നും എൻ്റെ കൊണ്ട് സീരിയസ് ആയിട്ട് തന്നിട്ട് ചർച്ച ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹാരം കാണണമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ അവർ വരട്ടെ, അതിന് ഞാൻ തയ്യാറാണ്. ഓക്കെ മിനിസ്റ്റർ, ഞാൻ മറ്റൊരു കാര്യം കൂടി, ഇപ്പം അങ്ങക്ക് തിരക്കുള്ളൊരു ദിവസമാണെന്ന് എനിക്കറിയാം, യോഗക്കുള്ള ദിവസമാണ്. വേറൊന്നും ഇപ്പം വരുന്നൊരു വാർത്ത, ഇപ്പം മറ്റൊരു പാർട്ടിയെ മറ്റൊരു മുന്നണിയെ ബാധിക്കുന്ന വിഷയമാണ്. എങ്കിലും ഇപ്പം അങ്ങ് ഒപ്പം ഉള്ളതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പം ആർ ശ്രീലേഖ തിരുവനന്തപുരത്തിൻ്റെ BJPയുടെ കൗൺസിലറാണ്. പക്ഷേ ശ്രീലേഖയുടെ ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അവരുടെ തുറന്നു പറച്ചിലാണ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ താനായിരുന്നു മേയർ സ്ഥാനാർത്ഥി എന്നാണ് ശ്രീലേഖ പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ താൻ വിസമ്മതിച്ചിരുന്നു, പക്ഷേ മേയർ സ്ഥാനമൊക്കെ വാഗ്ദാനം ചെയ്താണ് തന്നെ മത്സരിപ്പിച്ചത്, പിന്നീട് കേന്ദ്രം ഇടപെട്ട് മാറ്റിയെന്നാണ് ശ്രീലേഖയുടെ ഇപ്പോഴത്തെ തുറന്നു പറച്ചിൽ. അങ്ങേക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? അതവരുടെ പാർട്ടിയുടെ കാര്യമല്ലേ, നമ്മളെന്താ പറയേണ്ടത്? അവർ BJP അവരെ പോലെ ഒരു ഉദ്യോഗസ്ഥ, IPS റാങ്കിൽ കേരളം ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥ, അവരൊരു പാർട്ടിയിൽ പോയി കോർപ്പറേഷൻ കൗൺസിൽ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അതെല്ലാം ആലോചിക്കണമായിരുന്നു. ജനങ്ങൾക്ക് ഈ ഇത്തരം ഉദ്യോഗസ്ഥന്മാരോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന നിലയിലുള്ള തീരുമാനമാണല്ലേ അവരെടുത്തു കഴിഞ്ഞത്. അവർ മനസ്സിൽ അവർ IPS റാങ്കിൽ ഇരിക്കെ തന്നെ അവരുടെ മനസ്സ് മുഴുവൻ BJP ആയിരുന്നല്ലോ, RSS ആയിരുന്നല്ലോ. അവരുടെ തീരുമാനങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചിടത്തോളം അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പരിശോധിച്ച് മാത്രമേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അവരുടെ മേയറാക്കുമോ മുഖ്യമന്ത്രി ആക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ വേണ്ടി പറ്റില്ല. അത് അവർ തന്നെ പറയേണ്ടതാണ്, അവർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഓക്കെ മിനിസ്റ്റർ, ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കുക. ഇപ്പം തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 2nd വീക്കോടെ ഉണ്ടാകുമെന്ന് പറയുന്നു. കോൺഗ്രസിന്റെ മിഷൻ 2026 ചിന്തൻ ശിബിർ നടക്കുന്നുണ്ട് വയനാട്ടിൽ. BJPയുടെ പ്രഭാരി സമുദായ നേതാക്കളൊക്കെ കണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നേ പോയി കണ്ട് പിന്തുണയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതുവരെയായി CPMന്റെ ഒരുക്കങ്ങൾ, ഈ സർക്കാരിന്റെ പ്രതീക്ഷകൾ എത്രത്തോളമാണ് മിനിസ്റ്ററെ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ തന്നെയാണ്.
തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണൊന്നും നോക്കേണ്ട കാര്യമില്ല. നോക്കിയാൽ തന്നെ അത്ര വിഷമിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പുറകോട്ടടിയൊന്നും ഉണ്ടായിട്ടില്ല. ഓരോ പ്രാദേശികമായിട്ടുള്ള പല വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അല്പം മുന്നിലാണ് UDF-ഉം BJP-ക്കും ഒരു തിരുവനന്തപുരം കോർപ്പറേഷനും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളൊട്ടും ഭയന്നിട്ടുമില്ല, ഞങ്ങളൊട്ടും പുറകോട്ട് പോകുമെന്ന് ചിന്തിച്ചുമില്ല. മൂന്നാമതൊരു ഗവൺമെൻറ് ഇവിടെ വരുമെന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഞങ്ങൾ വികസനത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ വന്ന പ്രശ്നമുണ്ടല്ലോ, പുനർജനി. യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി കേസിൻ്റെ അതേ തുല്യ പ്രാധാന്യത്തോടുകൂടി കണ്ട് അന്വേഷണം നടത്തേണ്ട ഒരു വിഷയം തന്നെയാണ് പുനർജനി വിഷയം എന്ന് പറയുന്നത്. ഒരു വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആക്ഷേപം അന്വേഷിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ സമർപ്പിക്കുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഗൗരവമായുള്ള വിഷയം ഇല്ല എന്ന് ആ അന്വേഷണ സംഘത്തിന് തോന്നിയാൽ അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തയ്യാറാവുമോ? ഇത് തമാശ കളിയാണോ? സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ച് അത് മുഖ്യമന്ത്രിക്ക് ഒരു വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു തെറ്റായ ഒരു കാര്യം വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കുറ്റക്കാരനല്ലേ, അവരല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത്. അപ്പം അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. 19 കോടിയിലധികം വരുന്ന രൂപയുടെ ആക്ഷേപമാണ്. ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടതു മുന്നണിയുടെ നീക്കമെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറയുന്നത്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ. അല്ല, അങ്ങനെ അല്ലാതെ ഞാനിത് ചെയ്തുവെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. എന്ന് മാത്രമല്ല അതിലുള്ള പ്രതികരണം എന്താണ്? ഞാനങ്ങ് പേടിച്ചു പോയി എന്നൊക്കെ ഉള്ള പ്രതികരണമാണ്. പേടിച്ചു പോയെന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു പേടി ഉണ്ടല്ലോ. എന്ന് മാത്രമല്ല, എല്ലാ കാലത്തും എല്ലാവരെയും നമുക്ക് പറ്റിക്കാൻ വേണ്ടി പറ്റില്ല. അത് ഒരു കാലത്ത് സത്യങ്ങൾ പുറത്തു വരുന്ന കാലത്ത് ഉറപ്പാണ്. ഒരു വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തലവന്മാർ, ഉന്നത തലവന്മാർ ഒരു അന്വേഷണം നടത്തി ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്ന കാര്യം അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. എന്ന് മാത്രമല്ല, അവർ ശുപാർശ ചെയ്തിരിക്കുന്നു CBI അന്വേഷണം നടത്തണമെന്ന്. കാരണം ഇന്ത്യക്ക് പുറത്തുള്ള ഇടപാടുകളുമൊക്കെ തന്നെ ഇതിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതെല്ലാം കണ്ണടച്ചുകൊണ്ട് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ അത് വെറും പച്ച കള്ളത്തരവും ചില മാധ്യമങ്ങൾ ബോധപൂർവം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുന്നു മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഓക്കെ മിനിസ്റ്റർ, അപ്പം വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു പുതുവർഷം കൂടി പുതുവർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അങ്ങ് ഞങ്ങളുടെ വേദി നമ്മുടെ ഹലോ മലയാളത്തിലേക്ക് വരുന്നത്. അപ്പം നല്ലൊരു പുതുവർഷ ആശംസ കൂടി. ഓക്കെ, താങ്ക് യു.